അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ച. ലിയോ 14 മാർപ്പാപ്പ രാഷ്ട്രീയക്കാരനാകാൻ ശ്രമിക്കേണ്ടെന്നും സാമാന്യ ബുദ്ധി പ്രയോഗിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർപ്പാപ്പ ലോകകാര്യങ്ങളിൽ മുഴുകാതെ സഭാകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ട്രംപ്. യുദ്ധത്തിനെതിരെ പ്രതികരിച്ച മാർപ്പാപ്പ വെനിസ്വേലയോടും ഇറാനോടുമുള്ള മൃദു സമീപനത്തിലൂടെ തീവ്ര ഇടതു ചിന്താഗതിക്കാരെ പിന്തുണയ്ക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധിച്ചതിനു പിറകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനക്കണക്ക് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 78.27% പോളിംഗ്. 1982 ശേഷമുള്ള ഏറ്റവും മികച്ച പോളിംഗ് ആണിത്. ഏറ്റവും കൂടുതൽ പോളിംഗ് 84.63% രേഖപ്പെടുത്തിയ കുന്ദമംഗലം മണ്ഡലമാണ്. ചിറ്റൂർ 84.63, കുന്നത്തുനാട് 84.09. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം 68.99% രേഖപ്പെടുത്തിയ റാന്നിയിലാണ്. വോട്ടെടുപ്പ് പൂർത്തിയായി 4 ദിവസമായിട്ടും പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്ക് ഉടനെ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചതിന് പിറകെയാണ് കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് വിവരങ്ങളും പോസ്റ്റൽ വോട്ടിംഗ് നിലയും ഉടനെ പരസ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പോളിംഗ് കണക്കുകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വരണാധികാരികൾ കണക്കുകൾ ക്രോഡീകരിച്ച് പൂർത്തിയാക്കിയ ഉടൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഓരോ ബൂത്തിലെയും കണക്ക് രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് 7 അംഗ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ആത്മഹത്യാ പ്രേരണയ്ക്ക് ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നീ 2 അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാതി അധിക്ഷേപത്തിനു പുറമെ ഓൺലൈൻ വായ്പാ സംഘത്തിന്റെ ഭീഷണിയും മരണകാരണമായെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതു സംബന്ധിച്ച ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു. റാഗിംഗ് പരാതിയും അന്വേഷിക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. ഡെന്റൽ കോളേജിലേക്ക് SFI അടക്കം വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും വനിതാ സംഘടനകളും മാർച്ച് നടത്തി. മാർച്ചിനിടെ സംഘർഷാവസ്ഥയുണ്ടായി. BDS വിദ്യാർത്ഥി നിതിൻ രാജിനോട് കോളേജ് അധികൃതർ സ്വീകരിച്ചത് മോശമായ സമീപനമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഹോസ്റ്റൽ മുറി പോലും വിദ്യാർത്ഥിക്ക് നൽകിയിരുന്നില്ല. കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ആയുധമാക്കി ഇന്റേണൽ മാർക്കിനെ മാറ്റുന്നുവെന്നും മന്ത്രി V. ശിവൻകുട്ടി വിമർശിച്ചു. ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിതിൻ രാജിന്റെ വീട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല. ജാതി അധിക്ഷേപം കേരളത്തിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യം. കട്ടിളപ്പാളി കേസ്, ദ്വാരപാലക ശില്പ കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങി. കേരളത്തിൽ നാളെ വരെ കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും.
ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 വരെയും പത്തനംതിട്ട ജില്ലയിൽ 36 വരെയും താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 55 ഡിഗ്രി വരെ ഉയരുമെന്ന് വ്യാജ പ്രചാരണം. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. LPG സിലിണ്ടറുകളുടെ കരിഞ്ചന്ത, അനധികൃത സംഭരണം, ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ തിരിമറി തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് സംസ്ഥാനത്തുടനീളം പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് പരിശോധനയും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തി. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സഭാ നേതൃത്വത്തെയും വൈദികരെയും അധിക്ഷേപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും കടന്നാക്രമണങ്ങൾ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണെന്നും ബിഷപ്പ്. ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടത്താൻ ശ്രമിച്ച 163 കുട്ടികളെ റെയിൽവേ പോലീസ് രക്ഷപ്പെടുത്തി. കുട്ടിക്കടത്ത് സംഘത്തിലെ 8 പേരെ അറസ്റ്റ് ചെയ്തു. ട്രെയിനിലെ വിവിധ കോച്ചുകളിലായാണ് കുട്ടികളെ കൊണ്ടുപോയിരുന്നത്. കുട്ടികളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി. ജാർഖണ്ഡ് എക്സൈസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. 159 ഉദ്യോഗാർത്ഥികളടക്കം 165 പേർ അറസ്റ്റിലായി. ഇന്ന് നടക്കാനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി ചില ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 10 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തെന്നാണ് റിപ്പോർട്ട്. വനിതാ സംവരണ ബിൽ 21-ാം നൂറ്റാണ്ടിലെ സുപ്രധാന തീരുമാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ്. 16-ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനെന്ന് സോണിയാഗാന്ധി. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നതിനെയും സോണിയാഗാന്ധി വിമർശിച്ചു. ബീഹാറിൽ പുതിയ മുഖ്യമന്ത്രി 2 ദിവസത്തിനകം അധികാരമേൽക്കും. നിതീഷ് കുമാറിന്റെ പിൻഗാമിയായി BJPയിലെ പുതുമുഖം മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നിരീക്ഷകനായി ബീഹാറിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കർണാടകയിൽ കോൺഗ്രസ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസ്ഥാനമോഹികളുടെ നേതൃത്വത്തിൽ 30ഓളം മുതിർന്ന കോൺഗ്രസ് MLA-മാർ ഡൽഹിയിലെത്തി. AICC ആസ്ഥാനത്ത് ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ബോധിപ്പിക്കാനാണ് ഇവരുടെ നീക്കം. മധുരയിൽ യമുനാ നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തിയതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി ഉയർന്നു. ഏപ്രിൽ 10-നാണ് യമുനാ നദിയിൽ ബോട്ട് മറിഞ്ഞത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജിയുമായി മുൻ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്. ജാമ്യം നിഷേധിച്ച ജനുവരി 5-ലെ സുപ്രീം കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ബംഗളൂരുവിൽ 28-കാരനായ ഫിറ്റ്നസ് ട്രെയിനർ ദിലീപ് ജീവനൊടുക്കിയ സംഭവത്തിനു പിറകിൽ 42-കാരിയുടെ ബ്ലാക്ക് മെയിലിംഗ് എന്ന ആരോപണവുമായി കുടുംബം. ജിമ്മിൽ പരിചയപ്പെട്ട 42-കാരിയുമായുള്ള സൗഹൃദം പിന്നീട് അടുത്ത ബന്ധമായി. തുടർന്ന് പണം ആവശ്യപ്പെട്ട യുവതി ദിലീപിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ ഹാപൂരിൽ വാഹനാപകടത്തിൽ 6 മരണം. ബസും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. സമാധാന ചർച്ച അലസിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറാനിലെ തുറമുഖ ഉപരോധം ഇന്ന് ആരംഭിക്കും. ഇറാനിലേക്ക് വരുന്നതും ഇവിടെ നിന്നും പോകുന്നതുമായി കപ്പലുകളെ തടയുമെന്നാണ് പ്രഖ്യാപനം. ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പരിഹസിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അമേരിക്കയിലെ നിലവിലെ പെട്രോൾ വിലയുടെ ചിത്രം പങ്കുവച്ചാണ് പരിഹാസം.
ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിച്ചതാണ് ചർച്ച വഴിമുട്ടാൻ കാരണമായതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാദ് അരാഗ്ചി ആരോപിച്ചു. സൗദി അറേബ്യയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 15,000-ലധികം പേർ പിടിയിലായി. താമസ നിയമലംഘനത്തിന് 8,440 പേർ, അതിർത്തി സുരക്ഷാ നിയമലംഘനത്തിന് 4,054 പേർ, തൊഴിൽ നിയമലംഘനത്തിന് 2,964 പേർ എന്നിങ്ങനെ 15,458 നിയമലംഘകരാണ് അറസ്റ്റിലായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.